വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരെ ജനം വീട്ടിലിരുത്തും. ഈ വാക്കുകൾ മുഖ്യമന്ത്രിക്കുള്ള ഷാഫിയുടെ മറുപടിയാണ്. പത്തനംതിട്ട കോന്നിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പ്രസംഗത്തിനിടെ കാണികളിൽ നിന്ന് ഒരു ചോദ്യം ഉയർന്നു. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ സദസ്സിലിരുന്ന വ്യക്തി സഖാവെ ഒരു ചോദ്യമെന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ചോദ്യം വികസനത്തെക്കുറിച്ചും കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനെക്കുറിച്ചുമായിരുന്നു. കോന്നിയിൽ നടന്ന LDF കൺവെൻഷനിലായിരുന്നു സംഭവം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകൾ എപ്പോഴും ചർച്ചയാകാറുണ്ട്. പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ മര്യാദയില്ലാത്ത മറുപടി ചർച്ചയാക്കുകയാണ്. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരെ ജനം വീട്ടിലിരുത്തുന്ന തെരഞ്ഞെടുപ്പായി മാറുമെന്ന് ഷാഫി പറമ്പിൽ MP പറയുകയാണ്. പാലക്കാട്ടെ ഡീൽ എല്ലാ കാലത്തുമുള്ള വിഷയമാണെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കോന്നിയിലെ പ്രതികരണത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി. പ്രതികരണം ഇങ്ങനെയാണ്: പൊതുയോഗത്തിൽ ചോദ്യം ചോദിച്ചാൽ മറുപടി അതുതന്നെയായിരിക്കും. അതൊന്നും പൊതുമര്യാദയല്ല. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമില്ല. പൊതുയോഗത്തിലല്ലോ ചോദ്യം ചോദിക്കേണ്ടത്. പൊതുയോഗത്തിന് മര്യാദയുണ്ട്. അപ്പോൾ മറുപടി അങ്ങനെയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. G. സുധാകരനെ ഞാൻ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ലെന്നും കാണിച്ചത് രാഷ്ട്രീയ ചെറ്റത്തരമാണ് എന്നാണ് പറഞ്ഞത്. അതെപ്പോഴാണ് അൺപാർലമെന്ററി ആയതെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. താൻ പലപ്പോഴും പറയാറുള്ള വാക്കാണ് അതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാക്കുകളിൽ നിന്നും നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മര്യാദ എന്തെന്ന് വ്യക്തമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന 2011, 2016, 2021 എന്നീ വർഷങ്ങളിൽ BJPയെ തോൽപ്പിച്ചത് UDF ആണ്. പാലക്കാട് BJPയെ തോൽപ്പിക്കാൻ പോകുന്നത് UDF തന്നെയായിരിക്കുമെന്നും ഷാഫി പറമ്പിൽ ഉറപ്പിച്ചു പറയുന്നു. കോൺഗ്രസിന്റെ ഡീല് ജനങ്ങളുമായി ആണെന്നും UDF ജയിച്ചു വരുമെന്നും ഷാഫി പറഞ്ഞു. കോൺഗ്രസിനെതിരെ വിലയില്ലാത്ത ആരോപണങ്ങൾ CPM നടത്തുന്നത് BJPക്ക് വേണ്ടിയാണെന്നും ഷാഫി കുറ്റപ്പെടുത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന് യാതൊരു കുറവുമില്ലെന്ന് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു. ഭരണത്തിന്റെ ധാർഷ്ട്യം തലക്കടിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചതെന്നും ഷാഫി വിമർശിച്ചു. ഷാഫിയുടെ പ്രതികരണം കാണാം. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരെ ജനം വീട്ടിലിരുത്തുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തവണയും പറയുന്നുണ്ട്. പക്ഷെ BJPയെ തോൽപ്പിക്കുന്ന ആരാ? 2011, 2016, 2021 തോൽപ്പിച്ചതാരാ? 2024 തോൽപ്പിച്ചതാരാ? 2026 തോൽപ്പിക്കാൻ പോകുന്നതാരാ? BJPയെ പാലക്കാട് തോൽപ്പിക്കുന്നത് UDF ആണ്. ഞങ്ങളുടെ മേലെ അത്തരമൊരു ആരോപണം വെച്ച് ഞങ്ങൾ എന്തെങ്കിലും ഡീലുണ്ടാക്കുക, അവരെ ജയിപ്പിക്കാൻ വേണ്ടി ഡീലുണ്ടാക്കാൻ പറ്റും. ഞങ്ങൾക്ക് ജയിക്കാനല്ലേ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. രാഹുലിനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിച്ചപ്പോൾ പോലും പറഞ്ഞ എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാടാണെങ്കിൽ UDFനെ BJPയെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തോൽപ്പിക്കുന്ന ഞങ്ങൾ ഡീലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ? അതൊരിക്കലും ജനം വിശ്വസിക്കില്ല. പിന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അന്നും പറഞ്ഞല്ലോ, നമ്മളൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജനങ്ങളുമായിട്ടാണ്. ആ ഡീലിൽ ഞങ്ങൾ ജയിച്ചു വരും. ആ പറയുന്ന കാര്യങ്ങൾക്ക് ഇനി മറുപടി പറയുന്ന കാര്യമില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. പറഞ്ഞൊരു കാര്യം, ഈ രമേശ് പിഷാരടിയുടെ ഇവിടെ കൊണ്ടുവന്ന് തോൽപ്പിക്കുക, അതോടുകൂടി പാലക്കാട് ഞാനല്ലാതെ മറ്റാരും പറ്റില്ല എന്ന് ഷാഫി വരുത്തി തീർക്കും. ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന് അവർ പോലും വില വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇതിനു മുമ്പ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോൾ ഇതേ ടോണിലല്ലേ സംസാരിച്ചത്? റെക്കോർഡ് ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്? എന്നേക്കാൾ ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്? അപ്പൊ ഇത് ഇത്തരം ഒരു വിലയില്ലാത്ത ആരോപണങ്ങൾ, ഒരു വസ്തുതയില്ലാത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ പറയുന്നതൊക്കെ BJPക്ക് വേണ്ടിയാ. BJP ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്നുള്ളത് അറിയാവുന്നവർ, അടിയുറച്ച് പറയേണ്ടവർ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി എന്ന് പറയാം. അപ്പൊ അതിന്റെ അർത്ഥം ഇവർ ജയിക്കുന്നെങ്കിലും അവർക്ക് പറഞ്ഞു. അപ്പൊ ഒരു കാരണവശാലും നടപടി ഇത് ആദ്യമായിട്ട് പറയുന്നതല്ല. ഞാനിവിടെ മത്സരിക്കാൻ വന്ന സമയം തൊട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഓരോ തവണ അവർ പറയുമ്പോഴും BJPയെ തോൽപ്പിക്കുന്നത് ഞങ്ങളാണ്. പാലക്കാട്ടെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇന്ന് അവിടെ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ പറയാനുണ്ട്. വൈകുന്നേരം പാലക്കാട് കൺവെൻഷൻ ഉണ്ട്. പാലക്കാട്ടെ കാര്യങ്ങൾ ഞാൻ അവിടെ പറയാം. ഞാൻ പറഞ്ഞത് അത് എല്ലാവർക്കും അറിയാം. ഇപ്പം PR ഏജൻസി എങ്ങനെ നിങ്ങളോട് പെരുമാറാൻ പറഞ്ഞാലും നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഉള്ളിലുള്ളത് ചില ഘട്ടങ്ങളിൽ പുറത്തു വന്നു വരും. ഇവിടെ ഒരു ചോദ്യം ഇന്ന് പിന്നെ നിങ്ങളുടെ ചാനലിൽ ഞാൻ തോന്നുന്നു അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളോട് ചോദിച്ചത് വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ട് BJP തടഞ്ഞു വെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞപ്പോൾ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിക്കോളണം എന്നുള്ള നിർബന്ധവും പത്രസമ്മേളനം തന്നെ അദ്ദേഹത്തിന് തോന്നുമ്പോൾ മാത്രമേ നടത്തുള്ളൂ. അങ്ങനത്തെ വാശിയൊന്നുമില്ല. പക്ഷേ അങ്ങനൊരു ചോദ്യം ചോദിക്കുന്നവനോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് അത് ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഒരു ധാർഷ്ട്യം തലക്കടിച്ചത് കൊണ്ടാണ്. ആ ധാർഷ്ട്യം കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരെ ജനം വീട്ടിലിരുത്തുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ്